സ്റ്റാർട്ടാക്കിട്ടത് സ്റ്റാർട്ടാക്കുന്ന രീതിയൊക്കെ നോക്കിയോളൂ. വണ്ടി സ്റ്റാർട്ടാക്കി. ഇത് തന്നെ ഏറ്റവും വലിയ ടാക്സി പാർക്ക് ഉണ്ടോ, ദിവസം ഒരു 20,000. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉഗാണ്ടയിലെ കുറച്ച് ടാക്സി എക്സ്പീരിയൻസ് ഉണ്ടോ, ടാക്സിയിൽ സഞ്ചരിച്ചിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന യാത്രാ വീഡിയോസാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉഗാണ്ടയിലെ ഏറ്റവും വലിയ ടാക്സി പാർക്കായിട്ടുള്ള ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ടാക്സി പാർക്ക് കേട്ടോ, ഒരു 20,000 to 50,000 ആൾക്കാർ ഡെയിലി യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ടാക്സിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നതും മറ്റൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ടാക്സിയിൽ ഒരു ചെറിയൊരു ലോക്കൽ ട്രിപ്പ് ടെസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ സെബോ ലുഗോഗോ ഓക്കെ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ സൈഡിലാണ് നമുക്ക് ഈ ടാക്സി കിട്ടുന്നത്. ഞാനിപ്പോൾ ലുഗോഗോ നമ്മളെ അടുത്തുള്ളൊരു ഏരിയയിലുള്ള ഒരു ടാക്സി എക്സ്പീരിയൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാക്സി കേട്ടോ. ഇങ്ങനത്തെ ടാക്സി ഇവിടെ ഒരുപാടുണ്ട്. ദിവസവും ഇവിടുന്നൊരു 200ഓളം ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വലിയൊരു ടാക്സി പാർക്കാണിത്. ഉഗാണ്ടയിലെ തന്നെ ഏറ്റവും വലിയ ടാക്സി പാർക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ലോക്കൽ ടാക്സി എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. Sebo, can I sit here? Is it possible to sit? I want to sit. Here, Lugogo only. You know, I want to show my family how Uganda looks like, so I'm just... അപ്പോൾ ഞാനിവരോട് പറഞ്ഞിട്ടുള്ളത് ഈ ടാക്സിയുടെ മുന്നിലിരിക്കണം, എന്നിട്ട് നമുക്കിവിടെയുള്ള ടാക്സി എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാക്സി കേട്ടോ. ഈ ടാക്സിയിൽ സഞ്ചരിച്ചിട്ടുള്ള ഇതിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സംഭവം സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇതിൽ ഫുള്ള് ആളായെങ്കിൽ മാത്രമേ ഇവർ ഇത് യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ എന്തായാലും ലുഗോഗോ മൂവ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മെഗാ സ്റ്റാൻഡേർഡ് സൂപ്പർ മാർക്കറ്റും മറ്റൊക്കെയാണ് കാണുന്നത്. സംഭവം 6:45, അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകളാണ് ഇതിലിപ്പോൾ ആയിട്ടുള്ളൂ. ഇത് ഫുള്ളാണ് അനുസരിച്ചാണ് ഇതിലൊക്കെ ആളുകൾ പോവുക, വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ലോക്കൽ ടാക്സി എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ന്യൂ വ്ളോഗ്. നമ്മുടെ ഡ്രൈവർ സ്റ്റാർട്ടാക്കുന്ന രീതിയൊക്കെ നോക്കിയോളൂ. വണ്ടി സ്റ്റാർട്ടാക്കി. ഇനി നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാക്സി പാർക്കിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ടാക്സി എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടാക്സി പാർക്ക് ഈ കാണുന്ന കേട്ടോ, നമ്മുടെ ഈ ടാക്സി പാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി ഉഗാണ്ടയിലെ തന്നെ ഏറ്റവും വലിയ ടാക്സി പാർക്കാണ് കേട്ടോ. ദിവസം ഒരു 20,000 to 30,000 ആൾക്കാർ ഈ ടാക്സി പാർക്കിൽ നിന്നും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പാല ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് കമ്പാല ഇതിലൊക്കെ ഞാനൊരു പ്രാവശ്യം പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാസർഗോഡൊക്കെ ഈ ഏരിയയിലൂടെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ സമയം 7 മണിയാട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വലിയ ക്ലിയർ ആയിട്ടൊന്നും കാണാത്തത്. പക്ഷേ 7 മണിക്കുള്ള സമയത്തുള്ള കാഴ്ചകളാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഏകദേശം 7 മണിയായപ്പോൾ നമ്മുടെ വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഞാനെന്തായാലും ലുഗോഗോ വരെയാണ് ഞാനിതിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലുഗോഗോയിൽ ഞാനെന്തായാലും ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് നെയിം പ്ലീസ്? ജുമ. അപ്പോൾ ജുമ പറഞ്ഞ ഒരു ഫ്രണ്ടും കൂടിയാണ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ നൗ വി ആർ reached what we call this is a button.
spot here, around Mega Standard. മെഗാ സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മളിപ്പോൾ മെഗാ സ്റ്റാൻഡേർഡ് ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മുടെ പുള്ളിക്കാരൻ ഏതോ കാറ്ററിങ്ങിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ അടിക്കാനും വേണ്ടി പോകട്ടോ. എണ്ണ അടിക്കാനും വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ. ഇവിടെ പെട്രോളിൻ്റെ വില മറ്റൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ എണ്ണ അടിക്കാനും വേണ്ടി നിർത്തിയാണ്. സമയം ഇപ്പോൾ 7 മണിയായി. ഇനി ഞങ്ങൾ എണ്ണ അടിച്ചിട്ട് പോകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ. ഇവിടെ പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞാൽ 5680 രൂപയും അതുപോലെ 5680 5690 ഇവിടെ വില വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ഞാൻ ഏകദേശം അത് കൂട്ടിയിട്ട് എന്തായാലും ഡിസ്പ്ലേയിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൈസിൻ്റെ വില കേട്ടോ. നമ്മുടെ നാട്ടിനെക്കാട്ടിലും കുറച്ച് വില അധികമാണ്. സോ ജുമ വേർ യു ഫ്രം ആക്ച്വലി? I'm from Buya. Buya, okay. We use Kampala Road, India Road. Then we go from. You want it where? Yeah, that's a place I want to get down. So you want that field or you want which part of the you want? I want to shop right around there. Shop right, yes. After you go play down, next that go shop right. Yes. അപ്പോൾ നമ്മളെന്തായാലും എൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കമ്പാല റോഡിലൂടെ പോയിട്ട് ജിഞ്ചാ റോഡിൽ നമ്മൾ എത്തുന്നത് ഷോപ്പ് റൈഡ് ലുഗോഗോ ഷോപ്പ് റൈഡിലാണ്. അവിടെ വെച്ചായിരിക്കും നമ്മുടെ ഈ ജേണി ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എണ്ണടിച്ചു. ഇനി യാത്ര തുടങ്ങി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെഗാ സ്റ്റാൻഡേർഡ് ഭാഗത്തുള്ള വയ്യരിയിലൊക്കെ ആളുകൾ പഴങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെ വിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത്. മെഗാ സ്റ്റാൻഡേർഡ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് നമ്മുടെ വലത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നത്. ഈ സൈഡിലായിരുന്നു നമ്മുടെ ടാക്സി പാർക്ക് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. ഈ വണ്ടി ഇതിലിങ്ങനെ കറങ്ങിയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. മറ്റ് ടാക്സികളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഏകദേശം 20,000-30,000 ആളുകൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഉഗാണ്ടയിലെ മെയിൻ ട്രാൻസ്പോർട്ടായിട്ടുള്ള ഇതാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ ഉഗാണ്ടയിലെ മെയിൻ ട്രാൻസ്പോർട്ടിങ് രീതിയായിട്ടുള്ള ടാക്സികളാണ് ഇവിടെയൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിലാട്ടോ. മഹാസെൻറ്റർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ബസ്സുകളും മറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബോഡ അതുപോലെ തന്നെ ടാക്സി ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ട് മെയിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ല ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സെന്റിനറി ബാങ്ക്. അപ്പോൾ നമുക്ക് ആ മേലെ കാണുന്നതാണ് മപ്പേര ബിൽഡിംഗ് ആണ് കാണുന്നത് കേട്ടോ. ഇതാണ് ഇവിടെ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകളുടെ ഒരു ചാകര വിൽക്കുന്ന മുത്താസ കഫേരയാണ് നമ്മുടെ മുത്താസ കഫേര ബിൽഡിംഗ് വേർ യു ഗെറ്റ് സെക്കൻഡ് ഹാൻഡ് ഫോൺസ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പിന്നിലൊക്കെ ആയിട്ട് പല ടാക്സികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം കമ്പാല റോഡിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് ടാക്സികളും മറ്റൊക്കെ കാണാൻ കഴിയുന്നതാണ്. ഈ സൈഡിൽ നിങ്ങൾക്ക് ടാക്സികളുണ്ട്. ഈ ടാക്സി ഉണ്ടല്ലേ ഇവരിതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുത്തിത്തിരിക്കാണ്ടൊക്കെയാണ് പോകുന്നല്ലോ. സമയം ഇരുട്ടായി, അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കാണുമോ എന്ന് എനിക്കറിയില്ല. ദാറ്റ് ബിൽഡിംഗ് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ കമ്പാല മെയിൻ സ്ട്രീറ്റ്. ഇവിടെയാണ് ഏകദേശം ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട ഗുജറാത്തികളുടെ മെയിൻ സെൻറ്ററാണിത്. അങ്ങനെ നമ്മൾ സിറ്റി സ്ക്വയർ, അങ്ങനെ ഈ സ്ഥലത്തിന് പറഞ്ഞ പേരാണ് സിറ്റി സ്ക്വയർ കേട്ടോ. ഇവിടെയും ഒരുപാട് ടാക്സികളുണ്ട്. നിങ്ങൾക്ക് പല ഭാഗത്തോട്ട് പോകാനുള്ള ടാക്സികൾ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കങ്ങോട്ട് ഇവിടെയൊക്കെ ചെറിയ ജാമാണ്. ഇപ്പോൾ ചെറിയ ട്രാഫിക് ജാമുകളെ ഇപ്പോൾ ഉള്ളൂ കമ്പാല റോഡ്. അപ്പോൾ നമ്മളങ്ങനെ കമ്പാല റോഡിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് സിറ്റി സ്ക്വയർ. ആ കാണാണ് സിറ്റി സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ്റെ ബാങ്കുകൾ, കെയറോ ബാങ്കുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഞാനും ജുമൻ കൂടി പോകുന്നത്, ഞാൻ ലുഗോഗ വരെ പോകുന്നുള്ളൂ.
നൈറ്റ് ആയതുകൊണ്ട് ഇനി കാണുമെന്നറിയില്ല. പക്ഷേ ഉള്ള ക്ലിയറൊക്കെ ഉണ്ടാവുള്ളൂ, സമയം ഇരുട്ടായി. എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഇതിൽ സഞ്ചരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സൊമാലികളുടെ കഫേ, ജാവാസ് പോലുള്ള അടിപൊളി റെസ്റ്റോറൻറ്റുകളും മറ്റൊക്കെ കാണാൻ കഴിയും. കമ്പാല ബോൾവാർഡ്, അതുപോലെ ഇന്ത്യക്കാരുടെ ബാങ്ക് ഓഫ് ബറോഡയാണ് ഈ കാണുന്നത്. നമുക്ക് നേരെ മുന്നിലായിട്ട് ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയാണ് നമുക്കിവിടെ കാണുന്നത്. ബാങ്ക് ഓഫ് ബറോഡ കാണുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ സംഭവം ഇതിൻ്റെ ഉള്ളിലിരുന്ന് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണുമെന്നറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ട്രാവൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഉഗാണ്ടയിലുള്ള ഈ ടാക്സിയിൽ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സംഭവം വളരെ കംഫർട്ടബിളാണ്, സേഫാണല്ലോ. പക്ഷേ നമ്മൾ ചില ആളുകൾ ഭയങ്കര സ്പീഡിലൊക്കെ വിടും, പക്ഷേ ഇവർ വളരെ നീറ്റായിട്ടാണ് നമ്മുടെ ഡ്രൈവർ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വലത്തെ സൈഡിലായിട്ട് ഉഗാണ്ട ഹൗസ്. ഇവിടുത്തെ റോഡുകളും മറ്റൊക്കെ നോക്കിയിട്ടുണ്ട്, നല്ല വൃത്തിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചെടികൾ, അതുപോലെ നല്ല മരങ്ങളൊക്കെ വെച്ച് നട്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇങ്ങനെ മേലെ ഒരു തൊബാനി സെൻറ്റർ എന്ന് പറയും. അവിടെ നമുക്ക് എന്താ വെച്ചാൽ 25,000 ഷില്ലിങ്, ഏകദേശം ഒരു 500-550 രൂപക്ക് അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. എന്തായാലും നമ്മളൊക്കെ അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളരെ മനോഹരമായിട്ടാണ് നമ്മളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല സൂപ്പർ റോഡുകളാണ്. പിന്നെ ഇവിടെ നമുക്കൊരു പെട്രോൾ സ്റ്റേഷൻ കാണാൻ കഴിയുന്നുണ്ട്. 5690, 5750 ഇവിടെ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഈ സൈഡിൽ നമുക്ക് സ്റ്റാൻഡിക് ബാങ്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാഴ്ച കാണാനുണ്ട്. അതായത് ജിഞ്ചാ ട്രാഫിക് ജിഞ്ചാ റോഡ്. ഇപ്പോൾ നമുക്ക് ജിഞ്ചാ റോഡിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാട്ടിത്തരുന്നതായിരിക്കും. അപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്, ഇനി 7:10 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തായിട്ട് ഗോപ്രോയിൽ ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഗാന്ധയുടെ ഒരു സ്ഥലമാണ് ഈ ജിഞ്ചാ റോഡ്. നമ്മുടെ ട്രാഫിക് ലൈറ്റാണ്. ഇവിടെയുള്ള വണ്ടിക്കൊന്നും യാതൊരു കണക്കുണ്ടാകും, കയ്യും കണക്കുണ്ടാകും. അതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ജിഞ്ചാ ട്രാഫിക്, പിന്നെ ഇവിടെയൊക്കെ പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. സംഭവം ഉഗാണ്ട സേഫാണോ എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പെണ്ണുങ്ങൾ ചൂല് വിൽക്കുന്നവരെ കാണാം, അതുപോലെ തന്നെ പഴം വിൽക്കുന്നവരൊക്കെ കാണാം. സംഭവം ഇരുട്ടായത് കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പല ആളുകളും കൊട്ടയിലാക്കിയിട്ട് പഴം വിൽക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ ആയിട്ട് പലരും നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ പെൺമക്കൾ വരെ കുട്ടികളായിട്ട് നടക്കുന്ന കാഴ്ചകളും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിഞ്ചാ ട്രാഫിക് ലൈറ്റ്. ഉഗാണ്ടയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വലിയ ട്രാഫിക് ലൈറ്റാണ്. ഇവിടെ 4 ഭാഗത്തോട്ടും റോഡുകളുണ്ട്. ഒന്നങ്ങോട്ട് നമുമ്പോ, ഒന്നിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗാർഡൻ സിറ്റി, അങ്ങനെ പല ഏരിയയിലോട്ട് പോകുന്ന 4 വഴികളാണ്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താനുള്ളത്, നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത് ലുഗോബോ, നക്കാവ, ജിഞ്ച, അങ്ങനെ ജിഞ്ച വരെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്രാഫിക് സിഗ്നലാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ഭാഗം കൂടി കാട്ടി തരാം. അപ്പോൾ ഇവിടെ ഈ ഫുൾ ലോക്കായി കിടക്കാനുള്ള ആളുകൾ, ടാക്സികളൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ടാക്സികളൊക്കെ അങ്ങനെ പെട്ടെന്ന് കയറി വരുന്നുണ്ട്. ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പെട്ടെന്ന് ടാക്സികളൊക്കെ ഇതിൻ്റെ ഉള്ളോട്ട് കയറി വരും. ഇവിടെ നല്ലൊരു അടിപൊളി ക്ലോക്ക് ടവർ മറ്റൊക്കെയാണ് നമുക്ക് കാണുന്നത്. റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല വലിയ ചെടികൾ വെച്ചിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. ഈ ക്ലോക്ക് ടവറൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ടാണ് ഇവരിതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയുമ്പോൾ. നല്ല സൂപ്പർ രംഗമാണ് കാണുന്നത്. അതുപോലെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് നല്ല കാഴ്ചകളാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് അതായത് ഒരു ടാക്സി പാർക്കിൽ നിന്നും അവിടുന്ന് യാത്ര തുടങ്ങി മെഗാ സ്റ്റാൻഡേർഡ് വരെ കമ്പാല റോഡ്, അതുപോലെ ജിഞ്ചാ റോഡ്, ട്രാഫിക് ലൈറ്റും മറ്റും കഴിഞ്ഞ് നമ്മളിവിടെ എത്തുന്നുണ്ടോ. അതായത് നമ്മുടെ ലുഗോബോ ഷോപ്പ് റേറ്റിൽ എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ടാക്സികളൊക്കെ അതിവേഗതയിൽ കാണിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം വേഗതയിലാണ് എല്ലാ ടാക്സികളും ഓടിക്കൊണ്ടിരിക്കുന്നത്.
യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ഓൺ ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ജുമയോട് സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഈ വീഡിയോയിൽ ജോയിൻ ചെയ്തതിനും ഈ സവാണോ എക്സ്പ്ലെയിൻ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കുറച്ച് സ്ഥലങ്ങളെ പറ്റി പരിചയപ്പെട്ട ജുമയാണ്. എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക് പറയുകയാണ്. ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങാൻ പറ്റിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ലുഗോഗോൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. സംഭവം ഇരുട്ടായതുകൊണ്ട് ഇരുട്ടായത് കാരണം നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് കാണുന്ന മാതിരി ഞാൻ കാണും. അപ്പോൾ നമ്മളിനി ഷോപ്പ് റൈറ്റിൽ ഇറങ്ങിയിട്ട് നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടുത്തെ ഷോപ്പ് റേറ്റ് കേട്ടോ. ഇവിടെ കാരിഫോർ, അതുപോലെ ഗെയിമുകൾ, വലിയ സൗത്ത് ആഫ്രിക്കയുടെ അതുപോലെ ദുബായിയുടെ ഒക്കെ വലിയ മാളുകളും മറ്റൊക്കെയുള്ള ഏരിയയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇനി ഇവിടെയാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇറങ്ങട്ടെ. അപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു നോക്കാം എത്രയാണ് ഇത് ക്യാഷ്. ഓക്കെ, അപ്പോൾ 2000 ഷില്ലിങ് കിട്ടും. അതായത് ഒരു ഓക്കെ, താങ്ക് യു. അപ്പോൾ 2000 ഷില്ലിങ് ആണ് കേട്ടോ ഇതിൽ യാത്ര ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മളിനി അപ്പോൾ 2000 ഷില്ലിങ് ആണ് ഇനിയുള്ളത്. ഇനി നമ്മളെന്തായാലും വീഡിയോ go to Nakasero. How much? Half 3K. No. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ തന്നെ എന്തായാലും നമ്മുടെ ട്രാവൽ, നമ്മുടെ ഉഗാണ്ടയിലെ ടാക്സിയിലുള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും വീഡിയോ വെച്ചാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ തന്നെ ബൈ ബൈ.